എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമത്തിലോ സങ്കടത്തിലോ ഒക്കെ ആയിരിക്കുകയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ കുറെ എക്സാമുകളോ എന്തിനേലൊക്കെ എഴുതാനായിട്ട് പരിശ്രമിച്ചിട്ട് അതിലൊക്കെ ഫെയിൽ ആയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയർ ആണെന്ന് ഞാനെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ഒരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു കഥയിലൂടെ തുടങ്ങിയാലോ. ഒരു രാജ്യത്ത് രാജാവ് ഉണ്ടായിരുന്നു. എല്ലാ രാജ്യത്തും പണ്ടത്തെ കഥകളിൽ രാജാവ് ഉള്ളതുപോലെ ആ രാജാവ് അവിടെയുള്ള എല്ലാ ആൺകുട്ടികളെയും തന്റെ സൈന്യത്തിൽ ചേർത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ ഒരു യങ് ആയിട്ടുള്ള യൂത്തുകളും നന്നായിട്ട് എല്ലാ സൈന്യത്തിനും പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാ ദിവസവും ആ ഒരു പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ രാജ്യത്തിലെ ഏറ്റവും മിടുക്കനായ ഒരു ചെറുപ്പക്കാരന് ഒരു ചെറിയൊരു ആക്സിഡന്റ് വന്നു. ആള് കുതിരയിൽ ഇങ്ങനെ ചാടി ഓടിപ്പോയപ്പോഴത്തേന് ആ കുതിരയിൽ നിന്ന് വീഴുകയും കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് കടപ്പായി പോയി. അപ്പൊ കാണാൻ വന്ന നാട്ടുകാരൊക്കെ കാണാൻ വരുമല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വയ്യാതെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിസിറ്റിങ് കാണാൻ വരും. കാണാൻ വന്നവരെല്ലാം അതിന്റെ പേരൻസിനോട് പറഞ്ഞു, ഓ നിങ്ങൾക്ക് കഷ്ടകാലമാണ്, കണ്ടില്ലേ നിങ്ങളുടെ മോന് കുതിരയിൽ നിന്ന് ചാടി വീണ് ഇതായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആൾക്കും ശരിക്കും വിഷമായി, ഒന്നും പ്രാക്ടീസിനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ആ ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടാവുകയും അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും രാജാവ് പറഞ്ഞതനുസരിച്ച് യുദ്ധത്തിന് പോകണമെന്ന് അവർ നിർബന്ധമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന് കയ്യും കാലും ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആൾക്ക് മാത്രം യുദ്ധത്തിന് പോവാനായിട്ട് സാധിച്ചില്ല. അൺഫോർച്ചുനേറ്റ്ലി ആ പോയവര് മിക്കവാറും തന്നെ മരിക്കുകയും അല്ലെങ്കിൽ കയ്യും കാലും ഒക്കെ ഒടിയുകയും പല ഇതൊക്കെ ആവുകയൊക്കെ ചെയ്തു ആ ഒരു യുദ്ധത്തിന് പോയ എല്ലാ ചെറുപ്പക്കാരും. ആ സമയത്ത് ആ പേരൻസ്, ആ നേരത്തെ പറഞ്ഞ അയൽവക്കത്തുള്ളവരും ഉള്ളവരും തിരിച്ചു വന്ന ഈ യുദ്ധത്തിന് പോവാൻ സാധിക്കാതിരുന്ന ആളുടെ പേരൻസിന്റെ അടുത്ത് പറഞ്ഞു, ഓ യു ആർ സോ ലക്കി, നിന്റെ മോനെ പോവാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നിന്റെ മോനെ നിനക്ക് ജീവനോട് കിട്ടിയല്ലോ എന്ന്. അത് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഓരോ സമയത്ത് ഓരോ അവസ്ഥകൾ വരുമ്പോ ചുറ്റുമുള്ളവരും മറ്റുള്ളവരും ഒക്കെ പല രീതിയിലായിരിക്കും അത് കാണുന്നത്. ഇന്ന് നിങ്ങളോട് മോശമായിട്ട് പറയുന്നവര് നാളെ നിങ്ങളൊരു സക്സസ് ആയതാണെന്ന് കാണുമ്പോ അതേ വാഗുകൊണ്ട് തന്നെ മാറ്റി പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അവര് പറയുന്നത് ഇവര് പറയുന്നത് അല്ലെ, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു വിജയിക്കാനാകില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. അവർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള സക്സസുകൾ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ സംതിങ് ബെറ്റർ തിങ്സ് ഈസ് ഗോയിങ് ടു കം ടു യുവർ ലൈഫ്. എന്തെങ്കിലും ഇതിലും നല്ലൊരു സംഭവം അല്ലെങ്കിൽ ഇതിലും വലിയൊരു വിജയം നിങ്ങളെ തേടി എത്തുന്നത് കൊണ്ടാണ് ഈ ഒരു കാലതാമസം. സോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കാലതാമസം ഉണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ബി ഹാപ്പി. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ ബൈ.